എന്താ അച്ഛാ? നീ നന്ദിനിയും കൂട്ടി അവളുടെ വീട്ടിലേക്കൊന്ന് പോണം. എന്തിനാ അച്ഛാ? നന്ദിനി പ്രഗ്നന്റ് അല്ലേ? ആ സന്തോഷം ആ കുടുംബത്തിനും കൂടി അവകാശപ്പെട്ടതല്ലേ? അതൊന്നും ഇപ്പൊ വേണ്ട അച്ഛാ. വേണം. വിവാഹം കഴിച്ചയച്ച പെൺകുട്ടികൾ ഗർഭിണികളാവുമ്പോ അവർക്ക് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. താന്നിയൊരു അമ്മയുടെ മുമ്പിൽ ചില പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ നടത്തണം. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും അതൊക്കെ നല്ലതാ. എപ്പോഴാ പോകുന്നത്? അത് ഇന്ന് പോവാം, അല്ലെങ്കിൽ നാളെ പോയാൽ മതിയോ? അത് നിന്റെ ഇഷ്ടം. അതല്ല, വേറെന്തൊക്കെയാ നീ തീരുമാനിച്ചിട്ടുള്ളത്? വേറെ എന്ത് തീരുമാനിക്കാൻ അച്ഛാ? നന്ദിനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഹോം നേഴ്സിനെ വെക്കാം. അങ്ങനെയൊക്കെ അല്ലേ ഇപ്പൊ ഓരോരുത്തർ ചെയ്യുന്നേ. പിന്നെ പിന്നെ നമ്മളെല്ലാരും ചുറ്റിനും ഉണ്ടല്ലോ അച്ഛാ. പിന്നെ ഈ 7-ാം മാസത്തിലോ മറ്റോ പെൺകുട്ടികളെ അവരുടെ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ചടങ്ങൊക്കെ ഇല്ലേ? അപ്പൊ പിന്നെ പ്രസവം അവിടെ ആയിക്കോട്ടെ. എന്നിട്ട് അവിടെ ആവുമ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ മുത്തശ്ശി ഉണ്ടല്ലോ. പിന്നെ 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 എന്താടാ പറയാനുള്ളത്? എന്നെ പോലും പറ്റിക്കാൻ നിനക്ക് തോന്നി അല്ലടാ? അച്ഛാ, ഡോക്ടറുടെ അടുത്ത് നിന്ന് അവളുടെ പ്രഗ്നൻസി കൺഫേം ചെയ്തെന്ന് നീ വിളിച്ചു പറഞ്ഞപ്പോ എന്റെ മനസ്സ് വല്ലാതൊന്ന് തുള്ളിച്ചാടി. വരാൻ പോകുന്ന സൗഭാഗ്യവും നിന്റെ കുഞ്ഞിനെ താലോലിക്കുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടടാ. ഒക്കെ വെറുതെ ആയിരുന്നു എന്ന് നന്ദിനി പറഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിച്ചതിന് എന്തർത്ഥമാടാ പിന്നുള്ളത്? ഇത്രയ്ക്ക് കോമാളിയാക്കണമായിരുന്നോടാ എന്നെ? അച്ഛൻ, ഞാൻ അമ്മയെ തോൽപ്പിക്കാനാണ്, മറ്റുള്ളവരെ പറ്റിക്കാനാണ് എന്നുള്ള മറുപടിയൊന്നും എന്നോട് വേണ്ട. ഒരു പെണ്ണിന്റെ വയറ്റൊരു കുഞ്ഞുണ്ടെന്ന് പറയുന്നതും വിശ്വസിപ്പിക്കുന്നതും പൊറുക്കാനാവാത്ത കാര്യം തന്നെയാണ്. കോടാലി കൊണ്ടാടാ നീ എന്റെ മനസ്സിനിട്ട് വെട്ടിയത്. അച്ഛാ, അച്ഛാ, അച്ഛാ നിക്ക്. അച്ഛാ, ഞാനൊന്ന് പറയട്ടെ. അച്ഛാ, നിൽക്കടോ. അച്ഛാ, അച്ഛാ.